ഹായ് എവരി വൺ. സോ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു വൺ ഷോട്ട് റിവിഷൻ നമുക്ക് നടത്തി നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ. സോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഒന്നാമത്തത് നമ്മുടെ ഹൈഡ്രോ കാർബൺ ചെയിനിൽ എത്ര OH ഗ്രൂപ്പുകൾ ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു OH ഗ്രൂപ്പ് ആണെങ്കിൽ മോണോഹൈഡ്രിക്, രണ്ടെണ്ണം ആണെങ്കിൽ ഡൈഹൈഡ്രിക്, മൂന്നെണ്ണം ആണെങ്കിൽ ട്രൈഹൈഡ്രിക്, അങ്ങനെ പോകുന്നു. മൂന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കളക്റ്റീവായിട്ട് പോളിഹൈഡ്രിക് എന്നിവിടെ വിളിക്കാം. ഇതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഏത് തരമാണ്. അതൊരു പ്രൈമറി കാർബൺ ആണോ, അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ ഒരു കാർബണായിട്ടുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ളെങ്കിൽ പ്രൈമറി, വേറെ രണ്ട് കാർബണായിട്ടായിട്ട് ബോണ്ട് ഉണ്ടെങ്കിൽ സെക്കൻഡറി, ആൻഡ് മൂന്നെണ്ണമായിട്ടുണ്ടെങ്കിൽ ടെർഷറി. ഓക്കെ, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ പ്രത്യേകത അനുസരിച്ച് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി നമുക്ക് തിരിക്കാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പോകാം, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്. സോ നമുക്ക് ആദ്യമേ ആൽക്കീനിൽ നിന്ന് എങ്ങനെയാണ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് 3 മെത്തേഡുകളുണ്ട്. ഈ 3 മെത്തേഡുകൾ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് എളുപ്പം. സോ ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ നോക്കാം. ഒന്നാമത്തത് ആൽക്കീനെ ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രേഷൻ നടത്തുകയാണ്. നമുക്കിതിൻ്റെ മെക്കാനിസം ഒക്കെ NCERT-യിലുണ്ട്, നിങ്ങൾക്ക് ആ മെക്കാനിസം കാണാൻ പറ്റും. ആദ്യം H+ അയോൺ ആഡ് ആവുന്നു, പ്രോട്ടോണേഷൻ സ്റ്റെപ്പ്, അപ്പോൾ നമുക്കൊരു കാർബോകാറ്റോൺ ഫോം ചെയ്യും. കാർബോകാറ്റോൺ ഇൻ്റർമീഡിയറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ദർ ഇസ് ഓൾവേസ് എ പോസിബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ റീഅറേഞ്ച്മെൻറ്റ്. കാർബോകാറ്റോൺ റീഅറേഞ്ച്മെൻറ്റ് നടക്കാം. കാർബോകാറ്റോൺ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് കാർബോകാറ്റോൺ റീഅറേഞ്ച്മെൻറ്റ് നടക്കാം എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാർബോകാറ്റോൺ സ്റ്റേബിൾ ആണെങ്കിൽ ഹൈഡ്രേഷൻ എന്നുള്ള പ്രോസസ്സ് ഭയങ്കര എളുപ്പമായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് വാട്ടർ മോളിക്യൂൾ ആഡ് ആവുന്നു. അവസാനത്തെ സ്റ്റെപ്പിൽ ഡീപ്രോട്ടോണേഷൻ, H+ അയോൺ റിമൂവ് ആവുന്ന 3 സ്റ്റെപ്പുള്ള മെക്കാനിസം NCERT-യിലുണ്ട്. നിങ്ങൾക്കിത് റെഫർ ചെയ്യാം. മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ മാർക്കോണിക്കോവ് റൂൾ ഫോളോ ചെയ്തിരിക്കും. ഹിയർ മാർക്കോണിക്കോവ് റൂൾ ഈസ് ഫോളോഡ്. ഞാൻ അതുകൂടി ഇവിടെ മെൻഷൻ ചെയ്യാം. മാർക്കോണിക്കോവ് റൂൾ ഈസ് ഫോളോഡ്. മാർക്കോണിക്കോവ് റൂൾ ഫോളോ ചെയ്യും. അതുമാത്രമല്ല കാർബോകാറ്റോൺ റീഅറേഞ്ച്മെൻറ്റിനുള്ള ചാൻസും ഉണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓക്സി മെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ ആണ്. ആൽക്കീനെ നമ്മൾ മെർക്കുറി അസറ്റേറ്റ്, അതുപോലെ ടെട്രാ ഹൈഡ്രോഫ്യൂറാൻ THF ആൻഡ് വാട്ടർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുന്നു. ഫോളോഡ് ബൈ സോഡിയം ബോറോഹൈഡ്രേറ്റ് ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെയും എക്രോസ് ഡബിൾ ബോണ്ട്, ഒരു സൈഡിൽ ഹൈഡ്രജനും ഒരു സൈഡിൽ OH ഗ്രൂപ്പാണ് ആഡ് ആവുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കോണിക്കോവ് റൂൾ ഫോളോ ചെയ്യും. ദർ ഇസ് നോ റീഅറേഞ്ച്മെൻറ്റ്. സോ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ, ഞാനിതിനെ ACH എന്ന് മെൻഷൻ ചെയ്യണം. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷനും ഓക്സി മെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ ഞാൻ OM DM എന്നുള്ളൊരു പേര് കൂടെ യൂസ് ചെയ്യുകയാണ്. ഓക്സി മെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ. ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓക്സി മെർക്കുറേഷൻ, ഡീമെർക്കുറേഷനിൽ റീഅറേഞ്ച്മെൻറ്റ് ഇല്ല. പക്ഷേ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷനിൽ റീഅറേഞ്ച്മെൻറ്റ് നടക്കാം, നിർബന്ധമല്ല, നടക്കാം. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ നമുക്കറിയാം ആൻറ്റി മാർക്കോണിക്കോവ് റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുക. ആദ്യം നമ്മൾ ഡൈബൊറൈൻ ഇൻ ടെട്രാ ഹൈഡ്രോഫ്യൂറാൻ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുന്നു, ഫോളോഡ് ബൈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ബേസിക് മീഡിയം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആൽക്കഹോൾ കിട്ടുന്നു എഗെയിൻസ്റ്റ് മാർക്കോണിക്കോവ് റൂൾ. നമുക്കറിയാം ഇതാണ് നമ്മുടെ മാർക്കോണിക്കോവ് റൂൾ പൊസിഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ മാർക്കോണിക്കോവ് റൂൾ പൊസിഷൻ. പക്ഷേ നമ്മുടെ OH വന്നേക്കുന്നത് നോക്കി ആൻറ്റി മാർക്കോണിക്കോവ് പൊസിഷനിലാണ് വന്നേക്കുന്നത്. സോ ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ ഈസ് ഫോളോഡ്. നമുക്കിത് മൂന്നും ഒരൊറ്റ റിയാക്ഷനിൽ കമ്പയർ ചെയ്ത് നോക്കാം. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ, ഓക്സി മെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. നമ്മുടെ ആൽക്കീൻ ഇതാണ്. ഈ ആൽക്കീൻ്റെ മാർക്കോണിക്കോവ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് എ മാർക്കോണിക്കോവ് പൊസിഷൻ. ഇവിടെ ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്യും ഇൻ ദ കേസ് ഓഫ് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഈഫ് ദർ ഇസ് എ കാർബോകാറ്റോൺ ഫോംഡ് ഹിയർ, ഇങ്ങനെ ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്താൽ ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും ടു ഫോം എ സ്റ്റേബിൾ കാർബോകാറ്റോൺ. നോക്കി, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു കാർബോകാറ്റോൺ ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ്റെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നോക്കി, OH ഗ്രൂപ്പ് എവിടെ വരുന്നത് നോക്കി, ഇവിടെ എനിക്ക് പറയാൻ പറ്റും റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. ദർ ഇസ് എ റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നതുകൊണ്ടാണ് OH ഗ്രൂപ്പ് ഇവിടേക്ക് വരുന്നത്. കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഓക്സി മെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ ആണെങ്കിലോ അവിടെ റീഅറേഞ്ച്മെൻറ്റ് ഇല്ല. മാർക്കോണിക്കോ പൊസിഷൻ എവിടെയാണോ അവിടെ OH ഗ്രൂപ്പ് വരുന്നു, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിലോ ആൻറ്റി മാർക്കോണിക്കോ റൂളാണ് ഫോളോ ചെയ്യുക. ഇതാണ് നമ്മുടെ ആൻറ്റി മാർക്കോണിക്കോ പൊസിഷൻ, അവിടെ നമ്മുടെ OH ഗ്രൂപ്പ് വന്നു, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് 3 മെത്തേഡും കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം വിത്ത് ദിസ് റിയാക്ഷൻ. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ഫ്രം ആൽക്കൈൽ ഹലൈഡ്. നമുക്കറിയാം ആൽക്കൈൽ ഹലൈഡ്സിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഹാലജൻ പോകുന്നു, ഹാലജൻ പോയ ശേഷം നമ്മുടെ OH ഗ്രൂപ്പ് ഒരു ന്യൂക്ലിയോഫൈലായിട്ട് അറ്റാക്ക് ചെയ്യുന്നു, ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ആൽക്കഹോൾ. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റിയേജൻറ്റ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിയേജൻറ്റ് അക്വസ് NaOH ഓർ KOH, അല്ലെങ്കിൽ മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏജൻറ്റുകളാണ്, അല്ലെങ്കിൽ റിയേജൻസ് ആണ്. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹാലജൻ ലീവിങ് ആൻഡ് OH ഗ്രൂപ്പ് കമ്മിങ്. ബേസിക്കലി ഇറ്റ് ഇസ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. നൗ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ
ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാം. ഇത് നമ്മൾ 2 ചാപ്റ്ററിൽ NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൽക്കഹോളിലും ഉണ്ട്, അതുപോലെ ആൽഡിഹൈഡ് കീറ്റോണിലും ഉണ്ട്. നമ്മൾ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഫോളോഡ് ബൈ വാട്ടർ അല്ലെങ്കിൽ ഹൈഡ്രോളിസിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. അപ്പോൾ ഓരോ കേസും, അതായത് ഫോർമാൽഡിഹൈഡ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ് റിയാക്ടൻ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജനെ ആഡ് ആയ സമയത്ത് നോക്കി R ഗ്രൂപ്പ് കാർബണിലേക്കും MgBr ഗ്രൂപ്പ് ഓക്സിജനിലേക്കും വരുന്നു. ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് നമുക്കിവിടെ കിട്ടിയ ഒരു പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. അതായത് നമ്മൾ ഫോർമാൽഡിഹൈഡ് സ്റ്റാർട്ടിങ് റിയാക്ടൻ്റ് ആയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുക. പക്ഷേ ഇഫ് യു ടേക്ക് എനി അതർ ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് അല്ലാതെ വേറെ ഏത് ആൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്, എനി അതർ ആൽഡിഹൈഡ്, യു വിൽ ബി ഗെറ്റിംഗ് എ സെക്കൻഡറി ആൽക്കഹോൾ. ഇനി അഥവാ നമ്മളൊരു കീറ്റോൺ ആണ് എടുത്തതെങ്കിൽ നമുക്കറിയാം, ഇൻ ദ കേസ് ഓഫ് എ കീറ്റോൺ യു വിൽ ബി ഗെറ്റിംഗ് എ ടെർഷറി ആൽക്കഹോൾ. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് എ ടെർഷറി ആൽക്കഹോൾ. നൗ മൂവിങ് എഹെഡ് ടു ദ നെക്സ്റ്റ് വൺ ഫ്രം കാർബണൈൽ കോമ്പൗണ്ട്സ്. കാർബണൈൽ കോമ്പൗണ്ട്സിൻ്റെ റിഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിവിടെ റിഡക്ഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ നമുക്ക് യൂസ് ചെയ്യാം, നിക്കൽ, പലേഡിയം ഓർ പ്ലാറ്റിനം. രണ്ടാമത്തത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് റെഡ്യൂസിങ് ഏജൻറ്റ്, ആൻഡ് സോഡിയം ബോറോ ഹൈഡ്രൈഡ്. ഈ 3 റെഡ്യൂസിങ് ഏജൻറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? കറസ്പോണ്ടിംഗ്ലി പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അഥവാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കീറ്റോൺ ആണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ സെക്കൻഡറി ആൽക്കഹോൾ. നമുക്ക് ഈ റെഡ്യൂസിങ് ഏജൻറ്റുകളെല്ലാം യൂസ് ചെയ്യാമെങ്കിലും ഓരോ റെഡ്യൂസിങ് ഏജൻറ്റിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും ആൽക്കഹോൾസ് ഉണ്ടാക്കാം. പക്ഷേ യു കനോട്ട് പ്രിപ്പയർ ടെർഷറി ആൽക്കഹോൾ ബൈ ദിസ് മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ടെർഷറി ആൽക്കഹോൾ ഉണ്ടാക്കാൻ പറ്റില്ല. ആൻഡ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് നമുക്ക് നോക്കിയേ, കാർബോക്സിലിക് ആസിഡ് ആയിക്കോട്ടെ, അസൈൽ ഹലൈഡ് ആയിക്കോട്ടെ, എസ്റ്റർ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിംഗ്ലി പ്രൈമറി ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദിസ് ഓൺലി പോസിബിൾ വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ക്യാൻ റെഡ്യൂസ് എസ്റ്റർ, കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോൺ, ഓസോണൈഡ്, അങ്ങനെ എല്ലാ കാർബണൈൽ ഗ്രൂപ്പിനെയും റെഡ്യൂസ് ചെയ്യാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റും. നമുക്കറിയാം ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇസ് എ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇനി അടുത്ത കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കി ആൽഡിഹൈഡ് ഗ്രൂപ്പ് റെഡ്യൂസ് ആയി ആൽക്കഹോളായി, അതിൻ്റെ കൂടെ തന്നെ ഡബിൾ ബോണ്ട്, അതായത് മൾട്ടിപ്പിൾ ബോണ്ടുകൾ നമ്മുടെ റിയാക്ടൻറ്റിലുണ്ടെങ്കിൽ അതും റെഡ്യൂസ് ആവും. പക്ഷേ നമുക്ക് മൾട്ടിപ്പിൾ ബോണ്ട് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യണമെന്നാണ് എങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ അല്ലെങ്കിൽ സോഡിയം ബോറോ ഹൈഡ്രൈഡോ യൂസ് ചെയ്യാം. സോ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആൻഡ് സോഡിയം ബോറോ ഹൈഡ്രൈഡ് റീറ്റെയിൻ ദ ഡബിൾ ബോണ്ട് ആസ് സച്ച്. മൾട്ടിപ്പിൾ ബോണ്ടിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, പക്ഷേ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൻ്റെ കേസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ബീറ്റ പൊസിഷൻ ശ്രദ്ധിക്കുക മക്കളെ. ഇത് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഇത് നമ്മുടെ ആൽഫ പൊസിഷൻ, ആൻഡ് ദിസ് എ ബീറ്റ പൊസിഷൻ. ബീറ്റ പൊസിഷനിൽ ഒരു ബെൻസീൻ റിംഗ് വന്നു, അവിടെ നമുക്കൊരു ഡബിൾ ബോണ്ട് ഉണ്ട് എങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആ ഡബിൾ ബോണ്ടിനെയും റെഡ്യൂസ് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കും. ഓക്കെ, അപ്പോൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഒരു ടിപ്പിക്കൽ സിറ്റുവേഷനിൽ മാത്രം ആപ്ലിക്കബിൾ അല്ല, ബാക്കിയുള്ള എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ സോഡിയം ബോറോ ഹൈഡ്രൈഡ് ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുക, ഡബിൾ ബോണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. സോ വൺസ് അഗെയിൻ, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഡബിൾ ബോണ്ടിനെ അഫക്റ്റ് ചെയ്യും. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും സോഡിയം ബോറോ ഹൈഡ്രൈഡും നോർമലി ഡബിൾ ബോണ്ടിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ടിനെ അഫക്റ്റ് ചെയ്യില്ല. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഡബിൾ ബോണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സിറ്റുവേഷൻ ഈ കാണുന്ന സിറ്റുവേഷനാണ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. വെൻ എ ഫിനൈൽ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബീറ്റാ കാർബൺ ഓഫ് ആറ്റം ഓഫ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ ഗ്രൂപ്പ്, ഡബിൾ ബോണ്ട് ഈസ് റെഡ്യൂസ്ഡ് ബൈ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. പക്ഷേ സോഡിയം ബോറോ ഹൈഡ്രൈഡിന് ആ ഒരു പ്രശ്നവും ഇല്ല. സോഡിയം ബോറോ ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു മൈൽഡർ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഒരിക്കലും ഒരു ഡബിൾ ബോണ്ടിനെ, ട്രിപ്പിൾ ബോണ്ടിനെ, കാർബോക്സിലിക് ആസിഡിനെ അല്ലെങ്കിൽ എസ്റ്റേഴ്സിനെ ഇതിനൊന്നും അഫക്റ്റ് ചെയ്യില്ല ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ആൽഡിഹൈഡിനെ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ആക്കുന്നു, കീറ്റോണിനെ സെക്കൻഡറി ആൽക്കഹോളായിട്ട് കൺവേർട്ട് ആക്കുന്നു. അതുമാത്രമാണ് സോഡിയം ബോറോ ഹൈഡ്രൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതോടുകൂടെ നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് തീരുവാണ്. വി ആർ മൂവിങ് ഓൺ ടു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്ക് പഠിക്കാനുള്ളത് 2 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന് ബോയിലിംഗ് പോയിന്റ്, രണ്ടാമത്തെ സൊല്യൂബിലിറ്റി. ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം, ഏറ്റവും എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെയും കേസുകൾ പോലെ തന്നെ മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. വെൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസസ് ഓർ മോളിക്കുലാർ വെയിറ്റ് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് കൂടും. ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് OH ഗ്രൂപ്പ് കൂടിയാലും ബോയിലിംഗ് പോയിന്റ് കൂടും. അതിന് കാരണം എന്താ? ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആവുന്നുള്ള കാര്യമാണത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് 2 കാർബൺ ആണുള്ളത്, ഇവിടെ 3 കാർബൺ, ഇവിടെ 4 കാർബൺ. കാർബണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതെല്ലാം ഐസോമറിക് ആയിട്ടുള്ള ആൽക്കഹോളാണ്. ദീസ് ആർ ഐസോമറിക് ആൽക്കഹോൾ. ഐസോമറിക് ആൽക്കഹോളിൻ്റെ കേസിൽ നിങ്ങൾക്ക് ബ്രാഞ്ചിങ്ങിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ദിസ് ബ്രാഞ്ചിങ് ഐഡിയ ഗോസ് ടു ഐസോമറിക് ആൽക്കഹോൾസ്. ഓക്കെ, ദിസ് ഫോർ ഐസോമോസ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ബ്രാഞ്ചിങ് തീരെ ഇല്ലാത്ത ആൽക്കഹോളാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, പിന്നെ ബ്രാഞ്ചിങ് ഉള്ളത്. അതിൽ കൂടുതൽ ബ്രാഞ്ചിങ് ഉള്ള കേസിൽ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവായിരിക്കും.
ഒരു ആൽക്കഹോളും ഒരു കീറ്റോണും ഒരു ഈത്തറും ഒരു ആൽക്കേനും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോളിനായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതിനുശേഷമാണ് ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ വരിക. കാരണം അവിടെ നമുക്ക് ഡൈപ്പോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം ഒരു ഈതർ വരുള്ളൂ. അതിനുശേഷം ഒരു ആൽക്കെയിൻ. ഇവിടെ നമുക്കറിയാം ആൽക്കെയിനിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടാവുക വാണ്ടർവാൾ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഒരു ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ഈതർ, ആൽക്കെയിൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ ആൽക്കഹോളാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ആൽഡിഹൈഡ്, പിന്നെ ഈതർ, പിന്നെ ആൽക്കെയിൻ. അതുപോലെ ഒരു ആസിഡ്, ആൽക്കഹോൾ, അമൈൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആസിഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, പിന്നെ ആൽക്കഹോൾ, പിന്നെ അമൈൻ. ഓക്കെ, രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി ആണ്. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു മോളിക്കുലാർ വെയിറ്റ്. ബാക്കിയുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ കേസ് പോലെ തന്നെ, അമൈൻസിൻ്റെ ഒക്കെ പോലെ തന്നെ. ആൻഡ് ബ്രാഞ്ചിങ് കൂടിക്കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി കൂടും. നമ്പർ ഓഫ് OH ഗ്രൂപ്പ് കൂടിക്കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി കൂടും. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആവുന്നതുകൊണ്ടാണ് OH ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ച് സൊല്യൂബിലിറ്റി കൂടാൻ കാരണം. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു കാർബണേ ഉള്ളൂ, ഇവിടെ 2 കാർബണേ ഉള്ളൂ, ഇവിടെ 3 കാർബണാണ് ഉള്ളത്. നമ്പർ ഓഫ് കാർബൺ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് സൊല്യൂബിലിറ്റി കുറയുന്നു. ഇങ്ങനെയുള്ള കമ്പാരിസൺ ബേസ്ഡ് അല്ലെങ്കിൽ ഓർഡർ ബേസ്ഡ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നീറ്റിന്. സോ നൗ വി ആർ ഗോയിങ് ടു ദ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ ഇനി പോവുക. ഒന്നാമത് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിലെ OH ബോണ്ട് ബ്രേക്ക് ആവുന്ന റിയാക്ഷൻസ് ആണ് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് പറയുന്നത്. ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ആൽക്കഹോളിനെ നമ്മൾ ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുമായിട്ട്, അതായത് സോഡിയം അല്ലെങ്കിൽ അലുമിനിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുന്നത് നോക്കിയേ, ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് നമ്മുടെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ അവിടെ വരുന്നു, ഫോമിങ് സോഡിയം ആൽക്കോക്സൈഡ് അല്ലെങ്കിൽ അലുമിനിയം ടെർഷറി ബ്യൂട്ടോക്സൈഡ്. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് OH ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദീസ് ഇൻഡിക്കേറ്റ് ദ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ. ഇത് ആൽക്കഹോൾസിൻ്റെ അസിഡിറ്റീനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. രണ്ടാമത്തെന്ന് പറയുന്നത് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനാണ്. എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം, ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ചെറിയ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആൽക്കഹോളിനെ നമ്മൾ കാർബോക്സിലിക് ആസിഡോ അൻഹൈഡ്രേറ്റോ അസൈൽ ഹാലൈഡോ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എസ്റ്റർ ഫോം ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഞാനൊരു എക്സാമ്പിൾ റിയാക്ഷൻ ഞാനിവിടെ എഴുതാം. CH3CH2OH. ഇതിനെ ഞാൻ CH3COOH ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അസറ്റിക് ആസിഡ്. ഇവിടെ ഫോം ചെയ്യുന്ന എസ്റ്ററിൻ്റെ ഫൈനൽ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. CH3CH2O. ഇവിടെ ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹൈഡ്രജൻ ലീവ് ചെയ്യുന്നു, ആൻഡ് ആസിഡിലെ OH ഗ്രൂപ്പ് എലിമിനേറ്റ് ആവുന്നു. സോ യു വിൽ ബി ഗെറ്റിംഗ് C+CH3 ഹിയർ. ശ്രദ്ധിക്കുക, ഓക്സിജനിലെ അതായത് ആൽക്കഹോളിലെ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ എസ്റ്ററിൽ അതുപോലെ തന്നെ റീറ്റെയിൻ ആവുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കളർ വെച്ച് ഇവിടെ കാണിച്ചു തന്നത്. ഓക്കെ, ആൽക്കഹോൾ ഓക്സിജൻ ഈസ് റീറ്റെയിൻഡ് ഇൻ ദ എസ്റ്റർ ഫോം. ആൽക്കഹോളിലെ ഓക്സിജൻ എസ്റ്ററിൽ അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ ലീവ് ചെയ്യുന്ന ഓക്സിജൻ കാർബോക്സിലിക് ആസിഡ് എന്നാണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ എസ്റ്റർ ഫോം ചെയ്യാൻ ആൽക്കഹോളിൻ്റെ ഒപ്പം കാർബോക്സിലിക് ആസിഡോ അൻഹൈഡ്രേറ്റോ അസൈൽ ഹലൈഡോ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. ഇനി റേറ്റ് ഓഫ് എസ്റ്ററിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവുള്ള ആൾക്കാർക്കും എസ്റ്ററിഫിക്കേഷൻ്റെ റേറ്റ് കൂടുതൽ. സോ റേറ്റ് ഓഫ് എസ്റ്ററിഫിക്കേഷൻ ആൻഡ് സ്റ്റെറിക് ഹിൻഡ്രൻസ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. പ്രൈമറി ആൽക്കഹോളിനായിരിക്കും എസ്റ്ററിഫിക്കേഷൻ ടെൻഡൻസി കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. ഇതാണ് റിയാക്ടിവിറ്റി ഓർഡർ ഫോർ ആൽക്കഹോൾസ് ടു അണ്ടർഗോ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഒന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഹാലൈഡോ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഇത് ഹാലോ ആൽക്കൻസിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ കാണും. ആൽക്കഹോളിനെ ഹൈഡ്രജൻ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാലജൻ ഇവിടെ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്യുന്നു. ഹാലജൻ ഈസ് റീപ്ലേസിങ് ദ OH ഗ്രൂപ്പ്. 1-2 എക്സാമ്പിൾസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. HBr ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു നോക്കി OH ഗ്രൂപ്പ് ലീവ് ചെയ്യുന്നു, കാർബോ കാരിയോൺ ഫോം ചെയ്യുന്നു, കാർബോ കാരിയോൺ റീഅറേഞ്ച്മെൻറ്റ് നടക്കാം, അതിനുശേഷം ഹാലജൻ അവിടെ വരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റിയാക്ഷൻ SN1 മെക്കാനിസം വഴിയാണ് നടക്കുക. അതുകൊണ്ടാണ് ഇവിടെ കാർബോ കാരിയോൺ ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ റിയാക്ഷൻ ആൽക്കഹോൾസിൻ്റെ ഡിസ്റ്റിങ്ഷൻ ടെസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ലൂക്കാസ് ടെസ്റ്റ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആൽക്കഹോളിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നടക്കുന്നത് ഇത്രയേ ഉള്ളൂ. OH ഗ്രൂപ്പ് റീപ്ലേസ് ആയി ഇവിടെ ആര് വരുന്നു? ഹാലജൻ വരുന്നു. നമ്മൾക്കറിയാം ഈ പ്രോസസ്സ് നടക്കുക SN1 മെക്കാനിസം വഴിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? ടെർഷറി ആൽക്കഹോളിനായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി. കാരണം ടെർഷറി കാർബോ കാരിയോൺ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാരിയോൺ ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ ടെർഷറി ആൽക്കഹോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലൂക്കാസ് റിയേജൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു പ്രൊഡക്റ്റ് കിട്ടും. സോ ഇറ്റ് അപ്പിയർ ലൈക്ക് എ വൈറ്റ് ടർബിഡിറ്റി. ഓക്കെ, ഒരു വൈറ്റ് ടർബിഡിറ്റി നമുക്ക് കാണാൻ പറ്റും, വിച്ച് ഇസ് എൻ ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഈസ് ഒബ്റ്റൈൻഡ്. പക്ഷേ നമ്മൾ ഒരു സെക്കൻഡറി ആൽക്കഹോളാണ് എടുക്കുന്നതെങ്കിലോ
ടർബിഡിറ്റി വരാൻ കുറച്ച് സമയമെടുക്കും. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിന് ശേഷമായിരിക്കും നമുക്ക് ടർബിഡിറ്റി വരിക. പക്ഷേ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിലോ റൂം ടെമ്പറേച്ചർ കണ്ടീഷനിൽ ടർബിഡിറ്റി വരണമെന്നില്ല. ചിലപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ ഓൺ ആഫ്റ്റർ ഹീറ്റിംഗ് ഓൺലി നമുക്ക് എന്ത് കിട്ടും, ഒരു ടർബിഡിറ്റി കിട്ടുള്ളൂ. സോ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കുറവ് ആർക്കാണ്, പ്രൈമറിക്കാണ്. സോ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടെർഷറി ആൽക്കഹോൾ മോർ റിയാക്റ്റീവ് ദെൻ സെക്കൻഡറി ദെൻ പ്രൈമറി. ഓക്കെ, മൂവിങ് ഫോർ ദ ഡാർസൺ റിയാക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ആൽക്കഹോളിനെ തൈനൈൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതും നമ്മൾ ഹാലോ ആൽക്കൻസിൻ്റെ പ്രിപ്പറേഷനിൽ കാണുന്നതാണ്. OH ഗ്രൂപ്പ് ഈസ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ ഹിയർ. ഹാലോ ആൽക്കിൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ മെത്തേഡ് ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ബൈ പ്രൊഡക്റ്റ് രണ്ടും ഗ്യാസ് ആണ്. യു വിൽ ഗെറ്റ് ദ പ്രൊഡക്റ്റ് ഇൻ ദ പ്യുവർ ഫോം അല്ലേ. നൗ മൂവിങ് അഹെഡ് വിത്ത് ദ നെക്സ്റ്റ് വൺ, ഫോസ്ഫറസ് ഹാലൈഡുമായിട്ടുള്ള റിയാക്ഷൻ. PCl5 PCl3 അല്ലെങ്കിൽ റെഡ് ഫോസ്ഫറസ് ആൻഡ് ഹാലജനായിട്ടുള്ള റിയാക്ഷൻ. എഗെയിൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്. OH ഗ്രൂപ്പ് പോകുന്നു, പകരം നമ്മുടെ ഹാലജൻ അവിടെ റീപ്ലേസ് ആവുന്നു. ഹാലജൻ വിൽ ബി റീപ്ലേസിങ്. മൂവിങ് ഫോർ ദ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. എലോങ് വിത്ത് ദ മെക്കാനിസം നമ്മുടെ എൻസൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റുകൾ ഏതൊക്കെയാണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ്, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്, അലുമിന, Al2O3 വിത്ത് ഹീറ്റിംഗ്. ഇത് ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഓൾ ഇൻഡിക്കേറ്റിംഗ് ഡീഹൈഡ്രേഷൻ. ഓക്കെ, ഡീഹൈഡ്രേഷൻ്റെ മെക്കാനിസം നമുക്കറിയാം. നമ്മുടെ H+ അയോൺ, ആസിഡിലുള്ള H+ അയോൺ OH ഗ്രൂപ്പിൻ്റെ മുകളിലേക്ക് ആഡ് ആവുന്നു, വിച്ച് ഈസ് വാട്ട് വി കോൾ പ്രോട്ടോണേഷൻ. നമുക്ക് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഗ്രൂപ്പ് കിട്ടുന്നു. ഈ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിലെ വാട്ടർ മോളിക്യൂൾ റിമൂവ് ആവുന്നു. റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ ഗിവിങ് എ കാർബോകാറ്റയോൺ. ഇതാണ് നമ്മുടെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് ഡീഹൈഡ്രേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടെർഷറി ആൽക്കഹോളിനായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. കാരണം എന്താ? ടെർഷറി കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ബീറ്റ പൊസിഷനിലെ ഹൈഡ്രജൻ ഇവിടുന്ന് റിമൂവ് ആവുന്നു. 1 ഹൈഡ്രജൻ ഫ്രം ദ ബീറ്റ പൊസിഷൻ ഈസ് ഗെറ്റിംഗ് റിമൂവ്ഡ് ആൻഡ് യു ഗെറ്റിംഗ് ആൽക്കീൻ. ഏത് റൂളാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുക? ദ ഫോളോഡ് റൂൾ ഈസ് നത്തിങ് ബട്ട് സെയ്ഡ്സ് ഓഫ് റൂൾ. നമുക്കിവിടെ ഫോളോ ചെയ്യുന്ന റൂൾ സെയ്ഡ്സ് ഓഫ് റൂൾ ആയിരിക്കും ഫോളോ ചെയ്യുക. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ അല്ലെങ്കിൽ മോസ്റ്റ് സ്റ്റേബിൾ ആൽക്കീൻ ആയിരിക്കും ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുക. ശ്രദ്ധിക്കുക, ഡീഹൈഡ്രേഷൻ്റെ കേസിൽ മെക്കാനിസം NCERT ഉള്ളതാണ്. യു ഷുഡ് നോ ദ മെക്കാനിസം. ഓക്കെ, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസ് നിങ്ങൾ അറിയണം. സെയ്ഡ്സ് ഓഫ് റൂൾ ആണ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ അറിയണം. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടെർഷറിക്കായിരിക്കും ഏറ്റവും കൂടുതൽ, ദെൻ സെക്കൻഡറി, പ്രൈമറി. അതിന് കാരണം എന്ന് പറയുന്നത് എന്താ? ദ റീസൺ ഈസ് വെരി സിമ്പിൾ, ബിക്കോസ് വി ആർ ഹാവിംഗ് കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ്. മൂവിങ് ഫോർദർ, ഓക്സിഡേഷൻ. നമുക്ക് പലതരത്തിലുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത് നമ്മൾ കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് 573 കെൽവിൻ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഡീഹൈഡ്രജനേഷൻ എന്നൂടെ വിളിക്കാറുണ്ട്. ഡീഹൈഡ്രേഷനോട് വിളിക്കാറുണ്ട്. നോക്കിയാൽ കാണാം, കോപ്പറേറ്റ് 573 നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈമറി ആൽക്കഹോൾ ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു കീറ്റോൺ. ടെർഷറി ആൽക്കഹോളിൻ്റെ കേസിൽ ഡീഹൈഡ്രജനേഷൻ അല്ല നടക്കുക, പകരം ഡീഹൈഡ്രേഷൻ തന്നെ നടക്കും. വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു, യു വിൽ ബി ഗെറ്റിംഗ് ആൽക്കീൻ ഇൻ ദിസ് കേസ്. ഓക്കെ, അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ് CrO3 എന്ന് പറയുന്നത്. റെഡ്യൂസിങ് ഏജൻ്റ് അല്ല, ഓക്സിഡൈസിങ് ഏജൻറ്റ്. നോക്കിയാൽ CrO3 ഈസ് എഗെയിൻ ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഇതിനകത്തൊരു സ്പെഷ്യൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് PCC. PCC എന്ന് പറഞ്ഞാൽ പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്. അതുപോലെ PDC ഉണ്ട്, പിരിഡിനിയം ഡൈക്രോമേറ്റ്. PCC ആൻഡ് PDC രണ്ടും നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. യു ക്യാൻ കൺസിഡർ ബോത്ത് PCC ആൻഡ് PDC ഹിയർ. PDCയും PCCയും നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. PDC എന്ന് പറഞ്ഞാൽ പിരിഡിനിയം ഡൈക്രോമേറ്റ് എന്നാണ്. ഓക്കെ, പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്, പിരിഡിനിയം ഡൈക്രോമേറ്റ്. രണ്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡബിൾ ബോണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഡബിൾ ബോണ്ട് ഈസ് റീറ്റെയിൻഡ്. ഡബിൾ ബോണ്ടിനെ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഈ കാണുന്ന 3 കാറ്റലിറ്റിക് ഡീഹൈഡ്രേഷൻ, CrO3, PCC, ഇതെല്ലാം ഒരു പരിധിവരെ മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ആണ്. ദേ ആർ ഓൾ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ടെർഷറി ആൽക്കഹോളിനെ ഇവരാരും ഓക്സിഡൈസ് ചെയ്യുന്നില്ല. നൗ മൂവിങ് അഹെഡ് ടു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അസിഡിഫൈഡ് KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ ജോൺസ് റിയേജൻറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ, പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ട് മാത്രമല്ല ഫർദർ കാർബോക്സിലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ബിക്കോസ് വി ആർ ഹാവിംഗ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ നമുക്കിവിടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് പറയാം ആൽക്കലൈൻ അല്ലെങ്കിൽ അസിഡിക് KMnO4, അസിഡിക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ജോൺസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ CrO3 വിത്ത് സൾഫ്യൂരിക് ആസിഡ്. CrO3 മാത്രമായിരുന്നുവെങ്കിൽ നമുക്കതൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് കൺസിഡർ ചെയ്യാം. യു വിൽ ഗെറ്റ് ഓൺലി ആൽഡിഹൈഡ്. പക്ഷേ CrO3 വിത്ത് സൾഫ്യൂരിക് ആസിഡ്, ജോൺസ് റിയേജൻറ്റ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ആൽക്കഹോൾ ആദ്യമേ നമ്മുടെ ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, പിന്നെ ഫർദർ കൺവേർട്ട് ടു ആസിഡ്. സോ നമ്മുടെ ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നൗ വി ആർ കമ്മിങ് ടു ഫീനോൾസ്. പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ. നമുക്ക് എങ്ങനെയാണ് ഫീനോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക നോക്കാം. നമുക്കൊരു 3-4 മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹാലോ അരീൻസിൽ
നമ്മൾ പഠിക്കുന്നുണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലേ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ നടത്തും. നമുക്കറിയാം അരോമാറ്റിക് ഹലൈഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് കാര്യമായി വിധേയമാവാറില്ല ഡ്യൂ ടു ലെസ് റിയാക്ടിവിറ്റി. അതുകൊണ്ട് നമ്മൾ ഡ്രാസ്റ്റിക് കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ 623 Kelvin ടെമ്പറേച്ചർ 300 atm പ്രഷറിൽ നമ്മൾ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോറിൻ വിൽ ബി റീപ്ലേസ് ബൈ OH. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പുകളിനകത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം റിയാക്ടിവിറ്റി കൂടും. നമുക്ക് ഇത്രയും ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസ് കൊടുക്കേണ്ടി വരില്ല. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സൾഫോണിക് ആസിഡിൽ നിന്നാണ്. ബെൻസീൻ സൾഫോണിക് ആസിഡിനെ നമ്മൾ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഫീനോൾ കിട്ടും. ദിസ് ഇസ് എ സെക്കൻഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയസോണിയം സോൾട്ട് എന്നാണ്. ഡയസോണിയം സോൾട്ടിനെ നമുക്ക് എങ്ങനെയാണ് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? യു ജസ്റ്റ് വാം ഇറ്റ് വിത്ത് വാട്ടർ. വെള്ളമായിട്ട് വാം ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫീനോൾ കിട്ടും. അടുത്തത് ക്യുമീനാണ്. ക്യുമീൻ പ്രോസസ്സ്. ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ തന്നെയാണ് ക്യുമീൻ. നമ്മളിതിനെ ആദ്യമേ ഓക്സിജൻ്റെ പ്രസൻസിൽ, അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുന്നു. യു വിൽ ബി ഗെറ്റിംഗ് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ്. ഹൈഡ്രോപെറോക്സൈഡ് ഇതാണ്. അതിനുശേഷം നമ്മൾ അസിഡിഫൈ ചെയ്ത് വാട്ടറുമായിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അസിഡിക് ഹൈഡ്രോളിസിസ്. യു വിൽ ഗെറ്റ് ഫീനോൾ ആൻഡ് ദ ബൈ പ്രൊഡക്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഹിയർ യു ആർ ഗെറ്റിംഗ് ബൈ പ്രൊഡക്റ്റ് അസറ്റോൺ. ബൈ പ്രൊഡക്റ്റ് എന്താണെന്ന് വരെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കിയാൽ കാണാം, ഇത് സാലിസിലിക് ആസിഡാണ്. നമ്മൾ ഈ COH ഗ്രൂപ്പിന് ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യാണ്. വി ആർ റിമൂവിങ് ദ COH ഗ്രൂപ്പ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ഏതാ? സോഡ ലൈം. സോഡ ലൈം നമ്മൾ യൂസ് ചെയ്യുന്നതിനാൽ ഡീകാർബോക്സിലേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ COO ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ആയി. യു വിൽ ബി ഗെറ്റിംഗ് ഫീനോൾ ഹിയർ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അടുത്ത് ഫീനോളിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ വരിക. സോ ഫീനോൾ ആൽക്കഹോൾ പോലെ തന്നെ ഫീനോളും അസിഡിക് ആണ്. സോ ഫീനോൾ ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോക്കി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുമായിട്ട് നമ്മൾ ഇവിടെ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഫീനോളിലെ ഹൈഡ്രജൻ റീപ്ലേസ് ബൈ സോഡിയം. റിയാക്റ്റീവ് മെറ്റൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നു. ഇത് അസിഡിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആൽക്കഹോളിൽ കണ്ട പോലെ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ആൽക്കഹോള്, ഫീനോള്, കാർബോക്സിലിക് ആസിഡ് ഇതിൻ്റെ മൂന്നിൻ്റെയും അസിഡിറ്റി കമ്പാരിസൺ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവാം, കാർബോക്സിലിക് ആസിഡാണ് ഫീനോളിനേക്കാളും കൂടുതൽ അസിഡിക് വരിക. അതിനുശേഷം ഫീനോളിനാണ് ആൽക്കഹോളിനേക്കാൾ കൂടുതൽ അസിഡിക്. സോഡിയം ആയിട്ട് കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്യും, ആൽക്കഹോൾ റിയാക്ട് ചെയ്യും, ഫീനോൾ റിയാക്ട് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കുക, കാർബോക്സിലിക് ആസിഡിൻ്റെ കേസിൽ ഇത് നമുക്ക് ലിറ്റ്മസിനെ കളർ മാറ്റുന്നു. NaOH ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും ആ ഒരു കാർബോക്സിലിക് ആസിഡ്. ഫീനോളിൻ്റെ കേസിൽ സോഡിയം മെറ്റലായിട്ടും NaOH ആയിട്ടും ലിറ്റ്മസിൻ്റെ കളർ മാറ്റുന്ന റിയാക്ഷൻസ് എല്ലാം നമ്മുടെ ഫീനോൾ കൊടുക്കും. പക്ഷേ ആൽക്കഹോളിന് ഇതിനകത്ത് സോഡിയമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിയാക്റ്റീവ് മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ജസ്റ്റ് എ കമ്പാരിസൺ ഓഫ് അസിഡിറ്റി of carboxylic acid, phenol and alcohol. Okay, moving further, Kolb's reaction and Raymer-Tayman reaction. ഈ ചാപ്റ്ററിലെ one of the most important name reaction നമ്മൾ പറയുന്ന രണ്ട് കേസുകളാണ് Kolb's reaction and Raymer-Tayman reaction. Kolb's reaction എന്താണ്? നമ്മൾ ആദ്യമേ നമ്മുടെ ഫീനോളിനെ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ യുൽ ഗെറ്റ് സോഡിയം ഫീനോക്സൈഡ്. നമ്മൾ ഇതിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ആദ്യമേ ട്രീറ്റ് ചെയ്യുന്നു, ഫോളോഡ് ബൈ അസിഡിക് ഹൈഡ്രോളിസിസ്. നമുക്ക് കാണാം നമ്മുടെ ഓർത്തോ പൊസിഷനിൽ ഒരു COH ഗ്രൂപ്പ് വരുന്നു. ഓക്കെ, ഓർത്തോ പൊസിഷനിൽ ഒരു COH ഗ്രൂപ്പ് വരുന്നു. ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ CO2 ആണ്. CO2 ഈസ് എ ഇലക്ട്രോഫൈൽ ഹിയർ. CO2 ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിനെ ഈ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? സാലിസിലിക് ആസിഡ് നമ്മൾ ഇതിനെ വിളിക്കുക, അല്ലെങ്കിൽ 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, സാലിസിലിക് ആസിഡ്. റേമർ-ടെമാൻ റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ക്ലോറോഫോം ആൻഡ് അക്വസ് ആൽക്കലി, NaOH അല്ലെങ്കിൽ KOHൻ്റെ പ്രസൻസിലാണ് നമ്മൾ നടത്തുക. ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഡൈക്ലോറോ കാർബിൻ എന്നുള്ള ഇലക്ട്രോഫൈലാണ്. ദിസ് ഡൈക്ലോറോ കാർബിൻ ഇലക്ട്രോഫൈൽ. ഡൈക്ലോറോ കാർബിനാണ് അറ്റാക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്ക് നോക്കിയേ, ഓർത്തോ പൊസിഷനിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരും. നമ്മളിതിനെ സാലിസിൽ ആൽഡിഹൈഡ് എന്നാണ് വിളിക്കുക. Kolb's reaction and Raymer-Tayman reaction. റിയേജൻസ് അറിയണം, നെയിം റിയാക്ഷൻസ് ആണ്, ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. മൂവിങ് ഫർദർ, എസ്റ്ററിഫിക്കേഷൻ. ഞാൻ പറഞ്ഞ പോലെ ഫീനോളും എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ കാണിക്കും. എഗെയിൻ OH ബോണ്ടാണ് ഇവിടെയും ബ്രേക്ക് ആവുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കാർബോക്സിലിക് ആസിഡോ അൺഹൈഡ്രേറ്റോ അസൈൽ ഹാലൈഡോ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് പോകുന്നു, ആൽക്കഹോളിലെ ഹൈഡ്രജനും പിന്നെ കാർബോക്സിലിക് ആസിഡിലെ OHും റിമൂവ് ആവുന്നു, ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ എസ്റ്റർ ഹിയർ. ഇവിടെ നമ്മൾ ഏറ്റവും സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു റിയാക്ഷനാണ് ആസ്പിരിൻ്റെ ഫോർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സാലിസിലിക് ആസിഡിനെ അസിറ്റിക് അൺഹൈഡ്രേറ്റായിട്ട് റിയാക്ട് ചെയ്യുന്നു. നോക്കി, നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അതുപോലെ തന്നെ നിൽക്കുന്നു. ഫീനോൾ അല്ലെങ്കിൽ OH ഗ്രൂപ്പിലെ ഹൈഡ്രജൻ പോയി പകരം നമുക്ക് അവിടെ ഒരു അസൈൽ ഗ്രൂപ്പ് വരുന്നു അല്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്പിരിൻ. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ ആക്ച്വൽ നെയിം, അല്ലെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ആസ്പിരിൻ. ഈ റിയാക്ഷൻ പലതവണയായിട്ട് നീറ്റിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൂവിങ് ഫോർദർ, ഫീനോളിൻ്റെ രണ്ട് റിയാക്ഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ വിത്ത് സിങ്ക്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഡിയം ഡൈക്രോമേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം ഡൈക്രോമേറ്റിനെ അസിഡിക് മീഡിയത്തിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീനോളിനെ നമുക്ക് ബെൻസോക്വിനോൺ എന്നുള്ള കോമ്പൗണ്ടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വി ക്യാൻ കൺവേർട്ട് ഫീനോൾ ടു ബെൻസോക്വിനോൺ. ഓക്കെ, ഇതൊരു ഡൈ കീറ്റോൺ ആണ്, രണ്ട് കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ഫീനോൾസ് ആർ സ്ലോലി ഓക്സിഡൈസ് ടു ഡാർക്ക് കളേർഡ് മിക്സർ
കണ്ടെയ്നിങ് ക്വിനോൺസ്. ഓക്കെ, അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അതുപോലെ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ സിങ്ക് ക്യാൻ ടേക്ക് ഔട്ട് ദ ഓക്സിജൻ ഹിയർ ഫോമിങ് ബെൻസീൻ. സോ നമുക്ക് ഫീനോളിനെ ബെൻസീനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് ഡസ്റ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്, സിങ്ക് ഡസ്റ്റ്. ഓക്കെ, ചില ആൾക്കാർ ഇത് സിങ്കുമായിട്ടുള്ള ഡ്രൈ ഡിസ്റ്റിലേഷൻ കൂടെ മെൻഷൻ ചെയ്യാറുണ്ട്. സോ നൗ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീനോൾ. നമുക്കറിയാം OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആൻഡ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഒരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് കൂടെയാണ്. അപ്പം ഹാലജനേഷൻ നടത്തുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നോൺ പോളാർ മീഡിയത്തിലാണെങ്കിൽ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ നോൺ പോളാർ മീഡിയം നമുക്ക് നോക്കിയാൽ കാണാം ഓർത്തോ ആൻഡ് പാര പൊസിഷനിൽ നമ്മുടെ ഹാലജൻ ഇവിടെ വരുന്നു, പാരയാണ് മേജർ. പക്ഷേ അതേസമയം നമ്മളൊരു പോളാർ മീഡിയത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, ലൈക്ക് വാട്ടർ. പോളാർ മീഡിയത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിലോ എല്ലാ ഓർത്തോ പാര പൊസിഷനിലും നമുക്ക് ബ്രോമിൻ വരും. 2,4,6 ട്രൈബ്രോമോ ഫീനോൾ ആയിരിക്കും പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ഫീനോളിൻ്റെ ടെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് നമ്മൾ ഇതിനെ വിളിക്കുക. നൈട്രേഷൻ നടത്തുമ്പോൾ ഇതുപോലെ തന്നെ NO2 ഗ്രൂപ്പ് ഓർത്തോ പാര പൊസിഷനിലാണ് വരിക വെൻ യു ആർ യൂസിങ് ഡൈല്യൂട്ട് HNO3. കോൺസെൻട്രേറ്റഡ് HNO3 ആണെങ്കിൽ എല്ലാ ഓർത്തോ പാര പൊസിഷനിലും ആര് വരും? NO2 വരും. വിൽ ബി ഗെറ്റിംഗ് പിക്രിക് ആസിഡ്. അല്ലെങ്കിൽ പിക്രിക് ആസിഡ് ഉണ്ടാക്കാനുള്ള വേറൊരു വഴി ഇതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നൗഡേയ്സ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. നമുക്കിത് ആദ്യം ഇവിടെ ഓർത്തോ പൊസിഷനിൽ ഒരു ക്ലോറിനുണ്ട്, ഇവിടെ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓർത്തോ പാര പൊസിഷൻസ് ആർ NO2 ഗ്രൂപ്പ് കമ്മിങ്. എല്ലാ ഓർത്തോ പാര പൊസിഷനിലും എന്തുണ്ട്? നൈട്രോ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇവിടെ ഈ റിയാക്ഷൻ NCERT ഇല്ല, ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഓർത്തോ നൈട്രോഫീനോളിനെയും പാരാ നൈട്രോഫീനോളിനെയും സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ NCERT വായിക്കാറുണ്ട്, സ്റ്റീം വോളട്ടൈലിനുള്ള ക്യാരക്ടർ. അല്ലെങ്കിൽ ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഓർത്തോ നൈട്രോഫീനോളിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും പാരാ നൈട്രോഫീനോളിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓർത്തോ നൈട്രോഫീനോളിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയതുകൊണ്ട് ഇത് സ്റ്റീം വോളട്ടൈൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. പക്ഷേ പാരാ നൈട്രോഫീനോൾ എന്ന് പറഞ്ഞാൽ സ്റ്റീം വോളട്ടൈൽ അല്ല. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു കേസാണിത്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ഈതേഴ്സ്. ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷൻ 2 രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് NCERT കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡീഹൈഡ്രേഷൻ റിയാക്ഷനാണ്. സൾഫ്യൂരിക് ആസിഡുമായിട്ട് 443 കെൽവിനിൽ ഡീഹൈഡ്രേറ്റ് നമുക്ക് ആൽക്കീൻ കിട്ടും നമുക്കറിയാം. പക്ഷേ നമ്മുടെ ടെമ്പറേച്ചർ ഇത്രയും കൊടുക്കുന്നില്ല. 413 കെൽവിനാണ് നമ്മുടെ ടെമ്പറേച്ചർ എങ്കിൽ ഇവിടെ നമുക്ക് ഈതർ പ്രൊഡക്റ്റ് കിട്ടും. അതിൻ്റെ മെക്കാനിസം NCERT ആദ്യത്തെ സ്റ്റെപ്പിൽ H+ion ആഡ് ആവുന്നു. ഓക്കെ, H+ion ആഡ് ആവുന്നു. അതിനുശേഷം മറ്റൊരു ആൽക്കഹോൾ ഗ്രൂപ്പ് ഈ ആദ്യത്തെ മോളിക്യൂളിലേക്ക് ഒരു ന്യൂക്ലിയോഫൈലായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ദിസ് ഇസ് എ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്. SN2 ആണ് ഇവിടുത്തെ പ്രോസസ്സ് നടക്കുക. നമ്മുടെ ഈ വാട്ടർ മോളിക്യൂൾ ലീവിംഗ് ഗ്രൂപ്പായിട്ട് എലിമിനേറ്റ് ആവുന്നു. വാട്ടർ മോളിക്യൂൾ ഈസ് ലീവിംഗ്. ഇപ്പോഴും നമ്മുടെ ഓക്സിജൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഹൈഡ്രജൻ ഡീപ്രോട്ടോണേഷന് വിധേയമാവുന്നു. ഇറ്റ്സ് എ ഡീപ്രോട്ടോണേഷൻ. ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് പോകുന്നു ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ ഈതർ ഇൻ ദ എൻഡ്. ഈതർ. ഓക്കെ, പക്ഷേ ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൺലി സിമെട്രിക് ഈതേഴ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്. നമുക്കിവിടെ സിമെട്രിക് ഈതേഴ്സ് മാത്രമേ ഈ മെത്തേഡ് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അൺസിമെട്രിക് ആയിട്ടുള്ള ഈതർ വേണമെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് വില്യംസൺ സിന്തസിസ്. നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ആൽക്കൈൽ ഹലൈഡും സോഡിയം ആൽക്കോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ആൽക്കോക്സൈഡ് ഗ്രൂപ്പ് ഒരു ന്യൂക്ലിയോഫൈലായിട്ട് നമ്മുടെ ആൽക്കൈൽ ഹലൈഡിൽ അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ ഈതർ ഹിയർ. ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് SN2 മെക്കാനിസം വഴിയാണ് നടക്കുക. ദ റിയാക്ഷൻ ഇസ് ഹാപ്പനിങ് ത്രൂ SN2. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൽക്കൈൽ ഹലൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി എ പ്രൈമറി ആൽക്കൈൽ ഹലൈഡ്. പ്രൈമറി ആൽക്കൈൽ ഹലൈഡ് ആണെങ്കിൽ നമുക്ക് നല്ല ഈൽഡ് ഉണ്ടാകും ഈതറിന്. യു ക്യാൻ സീ ഹിയർ, ഇവിടെ നമുക്ക് പ്രൈമറി ആൽക്കൈൽ ഹലൈഡാണ്. പ്രൈമറിയോ അല്ലെങ്കിൽ മീത്തൈലോ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഏറ്റവും കുറവുള്ള കേസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മൾ സോഡിയം മെതോക്സൈഡ് ആഡ് ചെയ്യുന്നു, യു ആർ ഗെറ്റിംഗ് ദ ഈതർ. പക്ഷേ അതേസമയം നിങ്ങളൊരു സെക്കൻഡറി ആണ് എടുക്കുന്നത് വിചാരിക്കുക, സെക്കൻഡറി ആൽക്കൈൽ ഹലൈഡ്. അപ്പോൾ നമുക്ക് ഈതറും കിട്ടും, ആൽക്കീൻ എലിമിനേഷൻ പ്രൊഡക്റ്റും കിട്ടും. യു വിൽ ബി ഗെറ്റിംഗ് ബോത്ത് ദ പ്രൊഡക്റ്റ് ആൻഡ് ആൽക്കീൻ ആണ് മേജർ പ്രൊഡക്റ്റ്. നമ്മൾ ടെർഷറി ആൽക്കൈൽ ഹലൈഡ് ആണെങ്കിൽ നിങ്ങൾ ചോദിക്കേ വേണ്ട, ഓൾമോസ്റ്റ് 99% നമുക്ക് ആൽക്കീനെ കിട്ടുള്ളൂ. സോ ഇവിടെ നമുക്ക് നല്ല ഈൽഡിന് ഈതർ കിട്ടണമെങ്കിലുള്ള പ്രത്യേകത എന്താ? വി ഷുഡ് ബി ടേക്കിംഗ് ആൽക്കൈൽ ഹലൈഡ് പ്രൈമറി. സോ ഫോർ വില്യംസൺ സിന്തസിസ് ആൽക്കൈൽ ഹലൈഡ് മസ്റ്റ് ബി പ്രൈമറി. ആൽക്കൈൽ ഹലൈഡ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഹലൈഡ് മസ്റ്റ് ബി പ്രൈമറി. അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസും നമുക്ക് നടത്താൻ പറ്റില്ല. പക്ഷേ ന്യൂക്ലിയോഫൈൽ ഇറ്റ് ക്യാൻ ബി എനി. ന്യൂക്ലിയോഫൈലിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്ത് വേണേലും ആവാം. പ്രൈമറി അല്ലെങ്കിൽ ഇവിടെ മീത്തൈലും ആവാം. സ്റ്റെറിക് ഹിൻഡ്രൻസ് ഏറ്റവും കുറഞ്ഞത് മീത്തൈൽ, പ്രൈമറി ഓർ മീത്തൈൽ. ഇവിടെ നമ്മൾ മീത്തൈൽ ക്ലോറൈഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇത് നമുക്ക് വലിയൊരു ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫൈൽ ഏതാണ് എന്നുള്ളത് വില്യംസൺ സിന്തസിസിൽ ഇമ്പോർട്ടൻ്റ് അല്ല. യു വിൽ ബി ഗെറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഹിയർ. നമുക്ക് നോക്കിയാൽ കാണാം. നോക്കിയേ, ഇതൊരു ന്യൂക്ലിയോഫൈലായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഈ ന്യൂക്ലിയോഫൈലിൽ ക്ലോറിനെ റീപ്ലേസ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ദി ഈതർ.
ഓക്കെ, അരോമാറ്റിക് ന്യൂക്ലിയോഫൈൽ നമുക്ക് എടുക്കാം. അരോമാറ്റിക് ഇവിടെ നമുക്ക് ഫിനോക്സൈഡ് അയോണാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ. ഇപ്പോഴും നമ്മുടെ ആൽക്കൈൽ ഹലൈഡ് എന്ന് പറയുന്നത് നോക്കിയാൽ മീത്തൈലാണ്. സോ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഏറ്റവും കുറഞ്ഞ മീത്തൈൽ അല്ലെങ്കിൽ പ്രൈമറി ആൽക്കൈൽ ഹലൈഡ് ആയിരിക്കണം നമ്മൾ വില്യംസൺ സിന്തസിന് യൂസ് ചെയ്യാൻ. ന്യൂക്ലിയോഫൈൽ ഏതുമാകാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാർബൺ ഓക്സിജൻ ബോണ്ട്, ഈതറിലെ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ആവുന്ന 4 സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ആൽക്കൈൽ ഹലൈഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവുക HI ആണ്, പിന്നെ HCl, പിന്നെ HBr, പിന്നെ HF. ഈതറിൻ്റെ റിയാക്ഷനിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിയേ. വൺ ഓഫ് ദ ബോണ്ട് ഈസ് ഗെറ്റിംഗ് ബ്രോക്കൺ. ഇവിടെ നമ്മുടെ ബോണ്ട് ബ്രേക്ക് ആവുന്നു. നമ്മുടെ ഹൈഡ്രജൻ ഓക്സിജൻ്റെ കൂടെയും ഹാലജൻ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നു. ആൽക്കഹോളും ആൽക്കൈൽ ഹലൈഡും ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ബോണ്ട് ഏത് സൈഡിൽ ബ്രേക്ക് ആവും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ബ്രേക്ക് ആവോ, ഇവിടെ ബ്രേക്ക് ആവോ, വിച്ച് സൈഡ് ദ ബോണ്ട് വിൽ ബി ബ്രേക്കിംഗ്. അത് നമ്മൾ ചെക്ക് ചെയ്യുക ഇങ്ങനെയാണ്. ഏത് സൈഡിലാണോ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവ് അവിടെ ബോണ്ട് ബ്രേക്ക് ആവും. കാരണം ഈ ഒരു പ്രോസസ്സ് SN2 വഴിയാണ് നടക്കുക. എവിടെയാണോ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവ് അല്ലെങ്കിൽ ബൾക്കി ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് കുറവ് എവിടെയാണോ അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. നിങ്ങൾക്ക് നോക്കിയാൽ കാണും സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവ് ഇടതുവശത്താണ്. സോ ദ ബോണ്ട് വിൽ ബി ബ്രേക്കിംഗ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അവിടെ ആ ഹാലജൻ ഇവിടെ വരുന്നു, ഹൈഡ്രജൻ ഇവിടേക്ക് പോകുന്നു. നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇതാ റെഡിയാണ്. ആൽക്കഹോളും ആൽക്കഹൈലും റെഡിയാണ്. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. സോ ബോണ്ട് വിൽ ബി ബ്രേക്കിംഗ് ദെയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്തായിരിക്കും? അയഡിൻ ഇവിടെ, ഹൈഡ്രജൻ ഇവിടെ, യു വിൽ ഗെറ്റ് ദ പ്രൊഡക്റ്റ്. ഇനി അതേസമയം ഒരു സൈഡിൽ ഒരു ടെർഷറി ഗ്രൂപ്പ് വന്നു എന്ന് വിചാരിക്കുക. ഇഫ് ദർ ഇസ് എ ടെർഷറി ഗ്രൂപ്പ് ഓൺ വൺ സൈഡ്, അങ്ങനെയാണെങ്കിൽ പ്രോസസ്സ് SN1 മാറും. അപ്പോൾ കാർബോ കാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. കാർബോ കാറ്റോൺ സ്റ്റേബിൾ ആവുന്നത് ഈ സൈഡിലാണ്. ടെർഷറി വരുമ്പോൾ മാത്രം. ഇൻ ദാറ്റ് കേസ് ദ ബോണ്ട് വിൽ ബി ബ്രേക്കിംഗ് ഹിയർ. ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു ആൻഡ് ഹാലജൻ വിൽ ബി കമ്മിങ് ഹിയർ, ഹൈഡ്രജൻ വിൽ ബി കമ്മിങ് ഹിയർ ആൻഡ് ദ പ്രോസസ് ബിക്കം നോക്കി പ്രൊഡക്റ്റ് ടെർഷറി ആൽക്കൈൽ ഹലൈഡും ആൽക്കഹോളും ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി ഒരു അരോമാറ്റിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാർബൺ ഓക്സിജൻ ബോണ്ടിന് അരോമാറ്റിക് റിംഗ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും. അതുകൊണ്ട് ആ ബോണ്ട് ബ്രേക്ക് ആവില്ല. ബ്രേക്ക് ആവുക ഈ ബോണ്ട് ആയിരിക്കും. സോ ദ ഫസ്റ്റ് ബോണ്ട് വിൽ നോട്ട് ബ്രേക്ക്. ഈ ബോണ്ടേ ബ്രേക്ക് ആവുള്ളൂ. ഹൈഡ്രജൻ ഇവിടെ വരും, ഹാലജൻ ഇവിടെ വരും. യു വിൽ ബി ഗെറ്റിംഗ് ഫീനോൾ ആസ് വൺ ഓഫ് ദ പ്രൊഡക്റ്റ്. അതാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. അതിന് കാരണം ഇവിടെ SN1 മെക്കാനിസമാണ് നടക്കുക. SN1 നടക്കാനുള്ള കാരണം ഇവിടെ കാർബോ കാറ്റോൺ എക്സ്ട്രീംലി സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. ടെർഷറി കാർബോ കാറ്റോൺ പോലെ ഇവിടെ ബെൻസൈൽ കാർബോ കാറ്റോൺ എക്സ്ട്രീംലി സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവ് എവിടെയാണോ ആ സൈഡിലായിരിക്കും ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ നമുക്ക് അലൈൽ കാർബോ കാറ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. അലൈൽ കാർബോ കാറ്റോൺ ഫോം ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ബോണ്ട് ഇവിടെ ആയിരിക്കും ബ്രേക്ക് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഗിവൻ ദ പ്രൊഡക്റ്റ് ഹിയർ. സോ വൺസ് അഗെയിൻ ഈ ഭാഗം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നോർമലി നമ്മുടെ റിയാക്ഷൻ SN2 റിയാക്ഷൻ ആണ്. അപ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവുള്ളത് എവിടെയാണോ അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, കറസ്പോണ്ടിംഗ്ലി പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യുന്നു. ഇനി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രോസസ്സ് പോകണമെങ്കിൽ കാർബോ കാറ്റോൺ എക്സ്ട്രീംലി സ്റ്റേബിൾ ആവുന്ന കേസ് വരണം. ഒന്നെങ്കിൽ ഒരു ടെർഷറി കേസ്. ഇഫ് ദർ ഇസ് എ ടെർഷറി കേസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു അരോമാറ്റിക് ഗ്രൂപ്പിൻ്റെ കേസ്, അല്ലെങ്കിൽ ബെൻസൈൽ അല്ലെങ്കിൽ അലൈൽ റെസണൻസ് സ്റ്റെബിലിറ്റി ഉള്ള കാർബോ കാറ്റോൺ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം ബോണ്ട് നമ്മൾ സാധാരണ പറയുന്ന കേസിന് ഓപ്പോസിറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാ എക്സാമ്പിൾസും ഇവിടെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നൗ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. നമുക്കറിയാം OCH3 ഗ്രൂപ്പും ഒരു ആക്ടിവേറ്റിംഗ് ആൻഡ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഹാലജനേഷൻ നടത്തി കഴിഞ്ഞാൽ ഓർത്തോ പാര പൊസിഷനിൽ ഹാലജൻ വരുന്നു. എഗെയിൻ മേജർ പ്രൊഡക്റ്റ് വിൽ ബി പാര. നൈട്രേഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ പാരാ നൈട്രോ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ ആൻഡ് ഓർത്തോ വിൽ ബി മൈനർ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ, അസൈലേഷൻ എല്ലാം അതുപോലെ തന്നെ പാര വിൽ ബി മേജർ ആൻഡ് ഓർത്തോ വിൽ ബി മൈനർ. സോ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസാനത്തെ പോയിൻ്റാണ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആൽക്കഹോൾ, മെത്തനോൾ ആൻഡ് എത്തനോൾ. ലാസ്റ്റ് പോയിൻ്റാണ്. സാധാരണ ഇത് നമ്മൾ വിട്ടുപോകുന്നതാണെങ്കിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മെത്തനോളിനെ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് കൂടെ വിളിക്കാറുണ്ട്. കാരണം നമ്മൾ സാധാരണ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് വുഡിൻ്റെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ്. കൊമേഴ്ഷ്യലി നമുക്ക് വേറൊരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മിക്സ് ചെയ്തിട്ട് സിങ്ക് ഓക്സൈഡ് ക്രോമിക് ഓക്സൈഡ് കോമ്പിനേഷൻ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക. അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ നമുക്ക് അപ്പോഴും മെത്തനോൾ കിട്ടും. മെത്തനോളിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല ആൻഡ് ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. മെത്തനോളിന് പ്രത്യേകിച്ച് കളറില്ല ആൻഡ് ഹൈലി പോയിസണസ്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഈവൻ കോസ് ഡെത്ത്. ഓക്കെ, ആൻഡ് പെയിൻറ്റുകളുടെയും വാർണിഷുകളുടെയും ഒക്കെ സോൾവെൻ്റ് ആയിട്ട് നമ്മൾ മെത്തനോൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് എത്തനോൾ. എത്തനോൾ എന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗർ വഴിയാണ് നമ്മൾ ഉണ്ടാക്കൽ, അല്ലേ? സോ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് എത്തനോളാണ്.
ദ ഷുഗർ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം കോൾഡ് ഇൻവേർട്ടേസ്. ഇവിടെ നമ്മുടെ ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷനിൽ 2 എൻസൈമുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് ഇൻവേർട്ടേസ് ആണ്. കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ആദ്യത്തെ എൻസൈം യൂസ് ചെയ്യുന്ന ഇൻവേർട്ടേസ്. ആൻഡ് രണ്ടാമത്തെ ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഫെർമെൻറ്റേഷൻ നടത്തി നമുക്ക് ആൽക്കഹോൾ ആക്കാൻ വേണ്ട എൻസൈമാണ് സൈമേസ്. ഈ 2 എൻസൈമുകളുടെയും പേര് നിങ്ങൾ അറിഞ്ഞു വെക്കുന്നത് എന്തായാലും നന്നായിരിക്കും. സോ മക്കളെ, ഇതോടുകൂടെ നമ്മുടെ ആൽക്കഹോൾ ഫീനോൾ ഈത്തറിൻ്റെ കംപ്ലീറ്റ് 1 ഷോട്ട് റിവിഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.